അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഹജ്ജിനെ കുറിച്ച് ആണ് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുന്നത്. ഹജ്ജ് ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ചയായിരിക്കും അറഫ. അപ്പം മറ്റൊരു ഹജ്ജിൻ്റെ സമയത്തിലാണ് നമ്മൾ ഉള്ളത്. പിന്നെ ഹജ്ജ് വേറൊരു സ്ഥലത്താണ് നടക്കുന്നതെങ്കിലും നമ്മളതിൻ്റെ ഭാഗമല്ലെങ്കിൽ കൂടി ഹജ്ജ് നമുക്ക് തന്നെ ധാരാളം പാഠങ്ങൾ നൽകുന്ന ഒരു ആരാധന കർമ്മമാണ്. ഹജ്ജിനെ കുറിച്ചുള്ള എന്ത് വർത്തമാനവും തുടങ്ങുന്നത് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ്. ഹജ്ജ് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തണം. ഓരോ വർഷവും ഇങ്ങനെ ഹജ്ജ് ധാരാളം ആൾക്കാർ ഹജ്ജിന് പോകുന്നുണ്ട്. നമ്മളെ സ്ഥിതി എന്താണെന്ന് നമ്മൾ വിലയിരുത്തണം. എന്ന് വെച്ചാൽ ഞാനിത് പറയാൻ കാരണം ധാരാളം തെറ്റിദ്ധാരണകളുള്ള ഒരു ആരാധനാ കർമ്മമാണ് ഹജ്ജ്. എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ നാട്ടിൽ ഇപ്പോഴൊക്കെ കുറേ മാറിയിട്ടുണ്ട്. പക്ഷേ പ്രായമായി ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഇതും കൂടി എന്ന അർത്ഥത്തിലാണ് ഹജ്ജിനെ സാധാരണ ആൾക്കാർ കാണാറ്. അപ്പോൾ ശരിക്കും പക്ഷേ ഹജ്ജ് ഇസ്ലാമിൽ നോക്കുമ്പം രണ്ട് കാര്യങ്ങളാണ് ഹജ്ജിനെ കുറിച്ച് അള്ളാഹു പറയുന്നത്. ഹജ്ജ് നിർബന്ധ ആരാധനയാണ്, നമസ്കാരം പോലെ നമ്മൾ എന്തായാലും ചെയ്യേണ്ടതാണ്. പക്ഷെ രണ്ട് നിബന്ധനകളാണ് അള്ളാഹു പറയുന്നത്. രണ്ടും ആയിക്കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യണമെന്നാണ്. അതിലൊന്ന് സമ്പത്താണ്. അപ്പോൾ സാമ്പത്തികമായി നമുക്ക് കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. എന്ന് വെച്ചാൽ അതിൽ ഓപ്ഷനില്ല. രണ്ട് ആരോഗ്യമാണ്. ഈ ആരോഗ്യവും സമ്പത്തും ഒരാൾക്കുണ്ടെങ്കിൽ പിന്നെ അയാളുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എന്ത് വേണം? ഹജ്ജ് വേണമെന്നുള്ളതാണ്. ഇത് നമ്മളിടയിൽ ചർച്ച നടക്കേണ്ട കാര്യമാണ്. കാരണം വെച്ചാൽ ധാരാളം നമ്മൾ പല രീതിയിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. വീട് പണിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്, മക്കളെ കല്യാണത്തിന് പ്ലാൻ ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും പ്ലാനിങ് ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും നിർബന്ധ കർമ്മമായ ഒരു ആരാധനാ കർമ്മം ചെയ്യാൻ വേണ്ടി സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ പ്ലാനിങ് എത്രത്തോളം ഉണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. ഇനി അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ പടച്ചോനെ മുൻനിർത്തിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 6 വർഷം കഴിഞ്ഞിട്ട് ഹജ്ജ് ചെയ്യാനുള്ളൊരു തീരുമാനമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് തുടക്കത്തിൽ പറയാനുള്ളത്. ഹജ്ജ് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ്. ഈ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമസ്കാരം, നോമ്പ്, ഹജ്ജ് ഇത്തരം ആരാധനാ കർമ്മങ്ങൾ മുസ്ലിം സമുദായത്തിന് നമുക്കും ഉപകാരപ്പെടേണ്ടുന്ന രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രവാചകന്മാരെ നമ്മൾ നോക്കിയാൽ അവരെ ആരാധനാ കർമ്മങ്ങളെ നമ്മളിപ്പം ഒരു ദിവസം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും. അപ്പോൾ ആ ദാഹം വരുമ്പം തന്നെ നമുക്കറിയാം വെള്ളമാണ് അതിന് പരിഹാരം എന്നുള്ളത്. അതേപോലെ എല്ലാ ദിവസവും ഉള്ള അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അവരെന്ത് ചെയ്തിരുന്നു? ആരാധനകളെ എടുത്തിരുന്നു. നമ്മളുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിതമായിട്ട് ബന്ധമില്ലാത്തൊരു ആരാധന കർമ്മങ്ങളുടെ ഒരു കൺസെപ്റ്റ് ജീവിതവുമായി ബന്ധമില്ലാതെയാണ് നമ്മൾ എടുക്കുക. മുസല്ലയിലാണ് നമുക്ക് നമസ്കാരത്തെക്കുറിച്ച് ഉള്ള ഓർമ്മ. ശരിക്കും മുസല്ലയിലെ നമസ്കാരം എന്ത് ചെയ്യണം? മാർക്കറ്റിലും എവിടെ പോകുമ്പോഴും നമ്മളെ ദുഃഖ സന്ദർഭത്തിലൊക്കെ ആ നമസ്കാരം നമുക്ക് ഉപകാരപ്പെടണം. അങ്ങനെയാണ് ഖുർആനിൽ നിങ്ങൾ നോക്കിയാൽ ചൂടുള്ള ജീവിത സന്ദർഭത്തിലല്ലാതെ നമസ്കാരത്തെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടില്ല. ഏതോ ഒരു പള്ളിയിൽ നടക്കുന്ന എന്തോ ഒരു ആത്മീയ കാര്യമായിട്ടല്ല അള്ളാഹു പരിചയപ്പെടുന്നത്, ചൂടുള്ള ജീവിതത്തിലാണ്. അപ്പോൾ ആരാധനകൾ ഇസ്ലാമിൽ എന്തല്ല, ജീവിതവുമായി തികച്ചും ഒരു ബന്ധവും ഇല്ലാത്ത സാധനമല്ല, ജീവിതവുമായിട്ട് ഇങ്ങനെ നേർക്ക് നേരെ ഒഴുകുന്ന സാധനമാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ആരാധനകൾ ഉപകാരപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ നോമ്പിൻ്റെ വിഷയത്തിലൊക്കെ ധാരാളം ഇത് പറഞ്ഞിരുന്നു. നമ്മൾ ആരാധനകളെ തന്നെ ലക്ഷ്യമാക്കി എടുക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് മഗ്‌രിബ് നിസ്കാരം നമസ്കരിച്ച് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ആരാധനകൾ ലക്ഷ്യമല്ല, ആരാധനകൾ മാർഗമാണ്. ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നേടാനുള്ള മാർഗമാണ് എന്ത്? ആരാധന. എന്ന് വെച്ചാൽ നമസ്കരിക്കൽ ഒരു ലക്ഷ്യമല്ല. നമസ്കാരത്തിലൂടെ ളുഹ്റിന് നമസ്കരിച്ചാൽ അസർ വരെ തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മളെ പിടിച്ചു നിർത്തേണ്ടുന്ന സാധനം ആ നമസ്കാരമാണ്. അസർ മുതൽ അപ്പം നമസ്കാരക്കാരൻ ജനിക്കുന്നത് നമസ്കാരത്തിലല്ല, നമസ്കാരത്തിന് ശേഷമാണ് നമസ്കാരക്കാരനെ കാണേണ്ടത്. നോമ്പ് നമ്മൾ 1 മാസം എടുക്കുന്നത് ആ മാസത്തിന് വേണ്ടിയിട്ടല്ല, അടുത്ത 11 മാസത്തേക്ക് നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെന്ത് നോമ്പിന്.
അതേപോലെ ഹാജി ജനിക്കുന്നത് ഹജ്ജിലല്ല, ഹജ്ജിന് ശേഷമാണ് അയാളുടെ നാട്ടിൽ. ഹാജി എന്ന തലക്കെട്ടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തലക്കെട്ട് ഇസ്ലാമിൽ പ്രസക്തമല്ല. അങ്ങനെയാണ് നമസ്കാരത്തിന് ശേഷം നമസ്കരിക്കുന്ന എല്ലാവരും മുസല്ലി എന്നൊക്കെ വിളിക്കേണ്ടി വരും. അപ്പോൾ അതല്ല വിഷയം. ഹാജിയെ കാണണം, ഹജ്ജ് ചെയ്ത ആളെ കാണേണ്ടത് ഹജ്ജിന് ശേഷമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഈ ആരാധനകളെ തന്നെ സ്വയം തന്നെ ലക്ഷ്യമാക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പം ഹജ്ജിന് എന്തുണ്ട്? ഹജ്ജ് ചെയ്യുന്നതിൻ്റെ അപ്പുറമുള്ളൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. നമസ്കാരത്തിന് ആ ഒരു ലക്ഷ്യം ഉണ്ട് എന്ന് നമ്മൾ കാണണം. നമുക്ക് പിന്നെ ആരാധനകൾക്ക് ഇസ്ലാമിൽ ധാരാളം ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ആരാധനകൾ മാത്രം മതി. നമുക്ക് ഒരു കൗൺസിലിങ്ങിൻ്റെയോ ഒരാളുടെയോ ആവശ്യമില്ലാതെ നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമ്മുടെ ശ്രദ്ധ കുറവ്, തഖ്വയുടെ കുറവ്, ഈമാൻ്റെ കുറവ്, തെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം, കരയാനുള്ളൊരിടം, എല്ലാം തുറന്നു പറയാനുള്ളൊരിടം, എല്ലാത്തിനും അള്ളാഹു വളരെ വലിയ സമ്മാനമായിട്ട് തന്നാണ് ആരാധനകൾ. ആരാധനകൾക്ക് ഇസ്ലാമിൽ ധാരാളം ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഒരു യാന്ത്രികമായ ഒഴുക്കിനെ തടയുന്നതാണ് എല്ലാ ആരാധനാകർമ്മങ്ങളും. നമ്മളിങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ അള്ളാഹ് പറയുന്നത് എന്താണ്? അത്രയും സ്പീഡിൽ ഇങ്ങനെ ഇതേ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ബ്രേക്കും ഇല്ലാതെ നേരെ നമ്മൾ പോകാൻ പോകുന്നത് നരകത്തിലാണ്. അത്രയും സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹ് പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങളൊന്ന് നിർത്തി എൻ്റെ മുന്നിൽ നിന്ന് ആലോചിച്ച് ഒന്നും കൂടി റെഡിയാക്കിയിട്ട് ജീവിതത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇതാണ് ഒന്ന്, യാന്ത്രിക ഒഴുക്കിനെ തടയുന്നവരാണ്. രണ്ടാമതും വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാധനകളിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നതിനെ പ്രതീകാത്മകമായിട്ട് നമ്മൾ ചെയ്യാണ്, സിംബോളിക്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഹജ്ജാണ്. ഹജ്ജിൻ്റെ ഒരു കർമ്മം പറഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഹജ്ജിന് നമ്മൾ ഒരിടത്ത് പോയിട്ട് മിനയിൽ ജംറത്തിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കല്ലെറിയുന്നുണ്ട്. നിങ്ങൾ ഹജ്ജിൻ്റെ ഒരു കർമ്മം അറിയെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് കല്ലെറിയും. ആ കല്ലെറിയുന്നത് എന്തിനാണ്? ഇബിലീസിനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കല്ലെറിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ കല്ലെറിയുന്ന തന്നെയാണ് വലിയ സംഭവം എന്ന് വെച്ചാൽ ആൾക്കാർ ഏറ്റവും നല്ലോണം കല്ലെറിയുന്ന ആളായിരിക്കും, അവിടെ ഭയങ്കര ഷൂട്ടായിട്ട് എറിയുന്ന ആളായിരിക്കും ഭയങ്കര സംഭവം. അത് പ്രതീകാത്മകമാണ്. എന്താണ് നമ്മളവിടെ പറയുന്നത്? ഹജ്ജിന് ശേഷം ഞാൻ ജീവിതത്തിൽ പോയാൽ എവിടെ ഇബ്ലീസ് എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ എന്ത് ചെയ്യും? അതിനെ പ്രതിരോധിച്ച് എറിയും എന്നുള്ളതിനെ നമ്മൾ പ്രതീകാത്മകമായിട്ട് ഹജ്ജിന് കാണിക്കുകയാണ്. ഇതേപോലെയാണ് നമ്മൾ നമസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്നത്. എന്തിനാണ് സുജൂദ് ചെയ്യുന്നത്? പ്രതീകാത്മകമാണ്. ഞാൻ ജീവിതത്തിൽ ളുഹറിന് ശേഷം പോയി കഴിഞ്ഞാൽ എന്ത് നിലപാടെടുക്കുമ്പോഴും അള്ളാഹിൻ്റെ മുന്നിലെല്ലാം സമർപ്പിച്ചിട്ട് സുജൂദിൻ്റെ മനസ്സോടു കൂടിയേ എടുക്കുകയുള്ളൂ. അപ്പം ആരാധനകളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും അർത്ഥമുണ്ട്. അർത്ഥമില്ലാത്ത കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രത്യേക സ്ഥലത്ത് പോകുന്നു, ഒരു സ്ഥലത്ത് നിന്ന് 7 പ്രാവശ്യം തിരിയുന്നു, പിന്നെ നേരെ പോകുന്നു, ഇതിനൊക്കെ എന്തുണ്ട്? ഒരർത്ഥമുണ്ട്. അത് ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. ഹജ്ജ് നമുക്ക് ധാരാളം പാഠങ്ങൾ നൽകുന്നത്, ധാരാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആലോചിച്ചാൽ തന്നെ നമുക്ക് ധാരാളമായിട്ട് പാഠങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമത്തെ പാഠം, ആരാധനകളെ നമ്മൾ ഊർജ്ജമാക്കണം എന്നുള്ള പാഠമാണ് ഹജ്ജ് തരുന്ന ഒന്നാമത്തെ പാഠം. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ്, ആ ഹജ്ജിൻ്റെ ഊർജ്ജത്താലാണ് ലോകത്തുടനീളം സഹാബത്തുകൾ എത്തുന്നത്. ഒരു ദൗത്യം ഏറ്റെടുത്ത് പോകുന്നത് അന്നേരമാണ്. ആരാധനകളെ ഊർജ്ജമാക്കുക എന്നുള്ളതാണ് ഹജ്ജ് തരുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്, എല്ലാ ആരാധനാകർമ്മങ്ങൾക്കും ഒരു സ്വഭാവമുണ്ട്. ഇസ്ലാമിലെ ഓരോ ആരാധനാകർമ്മങ്ങൾക്കും ഒരു സ്വഭാവമുണ്ട്. നോമ്പിൻ്റെ സ്വഭാവം ഭക്ഷണം ഒഴിവാക്കുന്നതുമായിട്ടുള്ളൊരു സ്വഭാവമാണ്. നമസ്കാരത്തിൻ്റെ സ്വഭാവം നമ്മളെ ശരീരത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട സ്വഭാവമാണ്. സക്കാത്തിൻ്റെ സ്വഭാവം സമ്പത്തുമായി ബന്ധപ്പെട്ടുള്ള സ്വഭാവമാണ്. ഹജ്ജ് ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള സ്വഭാവമാണ്. ചരിത്രം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഹജ്ജ് മനസ്സിലാവില്ല. ചരിത്രമാണ് ഹജ്ജ് നിറയെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹജ്ജിന് കുറേ കഥാപാത്രങ്ങൾ ഹജ്ജിൽ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ ആരാണ് എന്നറിയാതെ നമുക്ക് ഹജ്ജ് ഒന്നും മനസ്സിലാവില്ല. നമ്മളവിടെ ശരിക്കും ഹജ്ജിന് നമ്മൾ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഉംറക്കൊക്കെ പോയവരാണെങ്കിൽ ഹജ്ജിന് അവിടെ പോയാൽ ഒന്നും ശരിക്കും ചെയ്യാൻ ഇല്ല. അറഫയിൽ പോയിട്ട് വെറുതെ നിൽക്കുകയാണ് വേണ്ടത്, മുസ്ദലിഫയിൽ പോയിട്ട് വെറുതെ നിൽക്കുകയാണ് വേണ്ടത്. തവാഫ് ചെയ്യുന്നത് ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇല്ല, സഈന് നടക്കുകയാണ്, ഓടുകയാണ്, ഒന്നും ചെയ്യാനില്ല. നമ്മളാ ചെയ്യുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ കാൽപാദങ്ങളെ ആ കാൽ വെച്ചെടുത്ത് നമ്മളും വെച്ചിട്ട് നടക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കാതെ നമുക്ക് ഹജ്ജ് എന്ത് ചെയ്യൂല, മനസ്സിലാവില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ അള്ളാഹു നമ്മളെ കൊണ്ട് ആക്ട് ചെയ്ത്
ഒരു പ്രതീകാത്മകമായി കാണിച്ചിട്ട് ഇബ്രാഹിമായി മാറിക്കുന്ന ചടങ്ങാണ് എന്ത് ഹജ്ജിലെ ഓരോ ചടങ്ങും. അപ്പൊ ചരിത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്. ഹജ്ജില് കുറേ ക്യാരക്ടേഴ്സ് ഹജ്ജിലുണ്ട്. അതിൽ ഒന്നാമത്തെ ക്യാരക്ടർ ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണ്. രണ്ടാമത് ആരാണ്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആണ്. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ഹാജറ ബീവിയാണ്. നാലാമത് ഒരു ക്യാരക്ടർ ഉണ്ട്. ആരാണത്? ഇബ്ലീസ് ആണ്. അപ്പം ഈ 4 ക്യാരക്ടറും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ത് ഹജ്ജിന്റെ ഇടം. ഇവരെല്ലാവരെയും നമുക്ക് അവിടെ അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളെ ഹജ്ജായിട്ട് മാറുകയുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാൽപാദങ്ങളെ പ്രതീകാത്മകമായി പിന്തുടരുകയാണ് ഹജ്ജ് ചെയ്യുന്നത്. ഇത് ചരിത്രം വളരെ പ്രധാനമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആനിലുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഖുർആൻ ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതേ അല്ല അത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലും ഓരോ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പം അതിന് ഉത്തരമായിട്ട് പ്രചോദനമായിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? നിനക്ക് മുന്നേയും ഇത് അനുഭവിച്ച കുറേ പേർ കടന്നു പോയിട്ടുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾ സൂറ യൂസുഫ് പഠിച്ചു നോക്കുക. സൂറ യൂസുഫ് ഇറങ്ങുന്നത് എപ്പോഴാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഃഖവർഷത്തിലാണ്. എന്നുവെച്ചാൽ പിന്നെ ഖദീജ ബീവിയും അബൂ താലിബും മരണപ്പെട്ട് ജീവിതത്തിൽ ഒന്നുമല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹു പ്രവാചകനോട് പറയുന്നത്, നീ മാത്രമല്ല നിന്നേക്കാൾ ബന്ധുക്കൾ ഒരു പൊട്ടക്കിണറ്റിലെറിയപ്പെട്ട എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകൻ ഇതിനേക്കാൾ വലിയ ത്യാഗം സഹിച്ചിട്ട് ഈജിപ്തിന്റെ അധിപതിയായ ചരിത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് സൂറ യൂസുഫ് അവതരിപ്പിക്കുന്നത്. അപ്പം ചരിത്രം അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് സൂറ ഹൂദിൽ അള്ളാഹു പറയുന്നുണ്ട്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. പ്രവാചകനോട് പറയാണ്, ഞാൻ നിനക്ക് ഓരോ പ്രവാചകന്റെയും ചരിത്രം നിനക്ക് പറഞ്ഞു തരുന്നത് മാ നുസബ്ബിതു ബിഹി ഫുആദക്, നിന്റെ ഹൃദയത്തിന് ശക്തി നൽകാനാണ് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം എന്തിനാണ് അള്ളാഹു നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു ഖുർആനിൽ പറയുന്നത് വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല എന്നാണ്. അള്ളാഹിന്റെ സുന്നത്ത് ഒരിക്കലും മാറുകയില്ല. ആ സുന്നത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ഫിർഔൻ ഇനിയും വരും, നമ്രൂദ് ഇനിയും വരും. മൂസയായി മാറുന്നുണ്ടോ നമ്മൾ എന്നുള്ളത് ആണ് ചോദ്യം. ഇബ്രാഹിമായി നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇബ്രാഹിം ചിലപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. ഇതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് തോന്നുന്നത് AI വന്നു, സോഷ്യൽ മീഡിയ വന്നു, ടെക്നോളജി വന്നു, ഭയങ്കര ഡെവലപ്പായി, ഇതൊക്കെ ഇതിന്റെ പുറം മൂടാണ്. ആകെക്കൂടെ ലോകത്ത് നടക്കുന്നത് സത്യവും അസത്യവും തമ്മിലുള്ള സംഘടനയാണ്, പ്രലോഭനങ്ങളാണ്. നമ്മൾ തെറ്റ് ചെയ്യുന്നവരും നന്നാവുന്നവരുമാണ്. ഇതാണ് ലോകത്ത് എപ്പോഴും നടക്കുന്നത്. അള്ളാഹ് പറയുന്നത് അള്ളാഹിന്റെ സുന്നത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ സുന്നത്ത് റിപ്പീറ്റ് ചെയ്യുമ്പം നമ്മൾ നമ്രൂദിന്റെ ഭാഗത്താണോ, ഫിർഔന്റെ ഭാഗത്താണോ, ഇബ്രാഹിമിന്റെ ഭാഗത്താണോ, മുഹമ്മദിന്റെ ഭാഗത്താണോ എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ടാണ് അള്ളാഹു ചരിത്രം ഓർമ്മിപ്പിക്കുന്നത്. ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയും പുതിയതല്ല. ഫാസിസം അടക്കമുള്ള, ലിബറലിസം അടക്കമുള്ള ഒരു പ്രതിസന്ധിയും പുതിയതല്ല. ഇതൊക്കെ ഇതിനേക്കാൾ സുന്ദരമായി അനുഭവിച്ചു പോയ കുറേ പേര് ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ത്യാഗത്തിൻ്റെ ഏറ്റവും വലിയ മകുടോദ ഉദാഹരണമായ ഒരു ചരിത്രമാണ്, ഒരു ജീവിതമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. നമ്മളെ കൊണ്ട് അള്ളാഹു ചെയ്യുന്നത്, ഒരു വർഷത്തിൽ അവിടെ പോയിട്ട് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാൽപാദങ്ങളിൽ കാല് വെക്കുമ്പം നമുക്ക് പുതിയ ഊർജം കിട്ടുകയാണ്. എത്ര വലിയ ഫാസിസം, ഇതിലും വലിയ പ്രതിസന്ധി വന്നാലും ഞാൻ എന്ത് ചെയ്യും? പിടിച്ചു നിൽക്കുമെന്നുള്ള വലിയ പാഠമാണ്. അപ്പം ഹജ്ജിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ചരിത്രമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയുന്നത്, ഇന്ന് ഖുർആനുണ്ട്, പ്രതിസന്ധിയുണ്ട്, അബൂജഹലുണ്ട്, നമ്മൾ ഉമറാകുമോ എന്നുള്ളതാണ് അള്ളാഹു ചരിത്രത്തിലൂടെ ചോദിക്കുന്നത്. ഫിറൗൻ ഇന്നും ഉണ്ട്. നമ്മൾ ശരിക്കും സൂക്ഷിച്ചൊന്നും നോക്കണ്ട, വെറുതെ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഫിറൗൻ ഉണ്ട് എന്നുള്ളത്. അതേപോലെ മൂസയുടെ വടിയുമുണ്ട്. വടിയില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി ഇവിടെ ഉണ്ട്, എടുത്താൽ മാത്രം മതി. പക്ഷെ മൂസ ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. നമ്രൂദ് ഉണ്ട്, തീക്കുണ്ട ഉണ്ട്. തീക്കുണ്ട നമുക്ക് വളരെ അടുത്ത അതിന്റെ തീന്റെ ചൂട് ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്തില്ല, നാട് കടത്തുന്നുള്ള ഭീഷണിയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നു, പക്ഷേ ഇബ്രാഹിം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ പാഠം. ഹജ്ജ് തരുന്ന രണ്ടാമത്തെ പാഠം എന്താണ്? ചരിത്രം തരുന്ന ആത്മവിശ്വാസമാണ്. മൂന്നാമത് ഹജ്ജ് തരുന്ന പാഠം, ഇത് വളരെ സുന്ദരമായ ഹജ്ജിന്റെ പാഠമാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നത് നമ്മുടെ ജീവിതം ഒരു ചലനമാണ്.
ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാതെയും അറിഞ്ഞുമൊക്കെ എല്ലാ ദിവസവും ചലിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരൊറ്റ സ്ഥലത്തേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ മാത്രമല്ല, അത് റബ്ബിൻ്റെ അടുത്തേക്കാണ്. നമ്മൾ നിർത്താൻ ശ്രമിച്ചാലും കുറച്ചേരം പോസാക്കാൻ ശ്രമിച്ചാലും ഒന്നും നിൽക്കൂല, ഇതിങ്ങനെ ചലിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഹജ്ജ് ശരിക്കും ഈ ചലനത്തെ പ്രതീകാത്മകമായി കാണുകയാണ്. ഹജ്ജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ യാത്ര എന്നുള്ളതാണ്. ഹജ്ജിൽ നിങ്ങൾ 1 മിനിറ്റ് നിൽക്കാൻ കഴിയില്ല, ഹജ്ജിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ കഅബയിൽ തവാഫ് ചെയ്യുന്നു, പിന്നെ സഈ ചെയ്യുന്നു, പിന്നെ അറഫയിലേക്ക് നടക്കുന്നു, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നടക്കുന്നു, പിന്നെ മിനയിലേക്ക് നടക്കുന്നു, തിരിച്ച് കഅബയിലേക്ക് വരുന്നു. ഹജ്ജ് നിരന്തരമായ യാത്രയാണ്. ഖുർആൻ പറയുന്നത് യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖി. ഇൻസാനോടാണ് പറയുന്നത്, മനുഷ്യരെ നിങ്ങൾ പടിപടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റബ്ബിന്റെ അടുത്തേക്കാണ്. അപ്പം ജീവിതം കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. നമുക്കുള്ള പരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചലനത്തിന്റെ ഇടയ്ക്ക് എന്തൊക്കെ ഉണ്ടാവും? പ്രതിസന്ധി ഉണ്ടാവും, പരീക്ഷണം ഉണ്ടാവും, ജോലി നഷ്ടപ്പെടും, ആൾക്കാർ മരണപ്പെടും, ഇതൊക്കെ വരും. നമ്മുടെ ലക്ഷ്യം ശരിയായി ചലിക്കുക എന്നുള്ളതാണ്. ശരിയായി ചലിക്കുക. ആ ശരിയായ ചലനത്തെയാണ് നമ്മൾ ഹജ്ജിലൂടെ നമ്മൾ പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. ഹജ്ജിൽ എന്താണ് ചെയ്യുന്നത്? ഈ ഹജ്ജിന്റെ ചലനം നിങ്ങൾ നോക്കുക. എവിടുന്ന ഹജ്ജ് തുടങ്ങുന്നത്? കഅബയിൽ നിന്നാണ് തുടങ്ങുന്നത്, കഅബയിലാണ് അവസാനിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിതത്തിന്റെ പല കുന്നുകളിലും പരന്ന മൈതാനങ്ങളിലും ചൂടുള്ള സ്ഥലത്തൊക്കെ പോവും. പക്ഷെ തിരിച്ചെവിടെ എത്തുന്നത്? കഅബയിൽ തന്നെയാണ് എത്തുന്നത്. അപ്പൊ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, പടച്ചോന്റെ അടുത്താണ് തുടങ്ങുന്നത്, പടച്ചോന്റെ അടുത്താണ് അവസാനിക്കുന്നത് എന്ന ആ ചലനത്തിന്റെ കണ്ടിന്യൂസ് സർക്കിൾ മൂവ്മെന്റിന്റെ ഒരു പ്രതീകാത്മകമാണ് അത്. ഈ ചലനത്തിൽ, ജീവിതത്തിന്റെ ഈ ചലനത്തിൽ നമുക്ക് വിജയിക്കാൻ എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഹജ്ജ് കാണിക്കുന്നത്. അതിലെ ആദ്യത്തെ പാഠം, നമുക്ക് ജീവിതത്തിന്റെ ഈ ചലനത്തിൽ വിജയിക്കണമെങ്കിൽ ഇഹ്റാം കെട്ടാതെ നമുക്കിത് തുടങ്ങാൻ പോലും കഴിയുകയില്ല എന്നുള്ളതാണ്. എന്താണ് ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുമല്ലാതെ ആകുകയാണ്. നമ്മുടെ തറവാടിത്തങ്ങൾ, നമ്മുടെ സാമ്പത്തികമായ നമ്മുടെ അഹങ്കാരം, ഹുങ്കുകൾ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഹുങ്കുകൾ, നമ്മുടെ എല്ലാത്തരം നമ്മളാണ് എന്ന് നമ്മൾ തോന്നുന്ന എല്ലാം പടച്ചവന്റെ മുന്നിൽ ഒന്നുമല്ലാതെ നിസ്സാരനായിട്ട് തുടങ്ങിയാൽ മാത്രമേ ഈ ജീവിതത്തിന്റെ ചലനത്തിൽ ശരിയായിട്ട് നമുക്ക് ചലിക്കാൻ കഴിയുള്ളൂ. ഒരിറ്റ് അഹങ്കാരവും ഈഗോവും വെച്ചുകൊണ്ട് നമുക്ക് മുസ്ലിമായിട്ട് യഥാർത്ഥത്തിൽ ചലിക്കാൻ കഴിയില്ല. അതാണ് ഹജ്ജ് പ്രതീകാത്മകമായിട്ട് കാണിക്കുന്നത്. എന്താണ് അള്ളാഹു ചെയ്യുന്നത്? 5 മീക്കാത്തുകളാണ് കഅബക്ക് ഉള്ളത്. 5 മീക്കാത്തുകൾ നമ്മൾ ഹജ്ജിലേക്ക് പോകുമ്പോൾ അതിൽ ഏറ്റവും അടുത്ത മീക്കാത്ത് 80 കിലോമീറ്റർ ദൂരെയാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ യാത്രയിലേക്ക് പോകുന്നതിന്റെ അറ്റ്ലീസ്റ്റ് 80 കിലോമീറ്റർ ഇപ്പുറത്തെങ്കിലും നമ്മുടെ ഹുങ്കുകളും അഹങ്കാരങ്ങളും എല്ലാ തറവാടിത്തങ്ങളും ജാതീയതകളും എല്ലാ സവർണതകളും എല്ലാം അഴിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അള്ളാന്റെ മാർഗത്തിൽ ശരിയായ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് ഇഹ്റാം ധരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. നമ്മളെ സുബഹിക്ക് നമസ്കരിക്കുമ്പം യഥാർത്ഥത്തിൽ ആ സുജൂദിൽ കിടക്കുമ്പം അന്നത്തെ ദിവസത്തേക്കുള്ള ഫുൾ ഇഹ്റാം ആ സമയത്ത് നമ്മൾ കെട്ടണം. വസ്ത്രം കൊണ്ടുള്ള കെട്ടല്ല, മനസ്സുകൊണ്ട് ഇഹ്റാം കെട്ടണം. സുബഹിക്ക് നമ്മൾ അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇറങ്ങേണ്ടത്. പിന്നെ നിങ്ങൾ മാനേജർ ആയിക്കോട്ടെ, നിങ്ങൾ മുതലാളി ആയിക്കോട്ടെ, വലിയ അഹങ്കാരമുള്ള ഭർത്താവ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ വിനീതനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം അള്ളാഹു ഹജ്ജിലൂടെ കാണിക്കുന്നത് ജീവിതത്തിന്റെ യാത്രയിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ഇഹ്റാം കെട്ടാതെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്, ജീവിതത്തിന്റെ യാത്രയിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നത്, നമ്മൾ അള്ളാനെ കാണാനാണ് മക്കയിലേക്ക് പോകുന്നത്, അള്ളാനെ കാണാനാണ് കഅബയിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ കഅബയിൽ എത്തി നോക്കുമ്പം അവിടെ കാണുന്നത് എന്താണ്? മനുഷ്യരാണ്. കറുത്തവൻ, വെളുത്തവൻ, വിയർത്തിട്ട് പല ടൈപ്പ് മനുഷ്യർ ഇങ്ങനെ പോവാണ്. അള്ളാഹ് പറയുന്നത് എന്താണ്? നിനക്ക് എന്നെ കാണണോ, എന്നെ അനുഭവിക്കണോ, നിന്റെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവരുടെ ഇടയിൽ അവരിൽ ഒരാളായിട്ട് അവരോട് തോളോട് തോളുരുമ്മി എനിക്ക് ചുറ്റും നീ എന്ത് ചെയ്യണം?
ചുറ്റണം എന്നാണ് അള്ളാഹു പറയുന്നത്. ജീവിതത്തിൻ്റെ യാത്രയിൽ നമുക്ക് മുസ്ലിമായി വിജയിക്കണമെങ്കിൽ ഹജ്ജ് പഠിപ്പിക്കുന്ന രണ്ടാമത്, മനുഷ്യർക്കിടയിൽ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ദൈവത്തെ അനുഭവിക്കാൻ കഴിയില്ല. മനുഷ്യനെ അനുഭവിക്കാതെ, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് നമ്മൾ കൈ കൊടുക്കാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അള്ളാഹിനെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ തവാഫ് പ്രതിനിധീകരിക്കുന്നത് എന്താണ്? നമുക്ക് നല്ല മുസ്ലിമായിട്ട് വിജയിക്കണമെങ്കിൽ മനുഷ്യർക്കിടയിൽ, നിങ്ങൾ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ, ഹജ്ജിന് പോകണ്ട, തിരക്കുള്ള സമയത്ത് ഉംറക്ക് പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ പോകുമ്പം നമുക്ക് ഒരു ആഫ്രിക്കക്കാരനായിരിക്കും ഇപ്പുറത്ത് ഒരു ഇറാനി ആയിരിക്കും, അവർ വേർക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ, ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനായാലും വലിയ ഇടത്തിലിരിക്കുന്ന ആളായാലും എന്ത് ചെയ്യും, ഒരിറ്റ് ഗ്യാപ്പ് പോലും ഇല്ലാതെ എന്ത് ചെയ്യും, അങ്ങനെ ചലിച്ചു പോകുന്നതാണ് തവാഫ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ പാഠം തവാഫാണ്, തവാഫ് മനുഷ്യരാണ്. മൂന്നാമത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാഠമാണ്. മൂന്നാമത് അള്ളാഹു പറയുന്നത്, നിങ്ങൾ മനുഷ്യർക്കിടയിലാകുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. അതാരാണ്? പടച്ചവൻ മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, തവാഫിന്റെ സൗന്ദര്യം. തവാഫ് നമ്മൾ അത്രയും തിരക്കിന്റെ ഇടയിലാണ്, പക്ഷെ നമ്മുടെ മനസ്സിൽ അപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അള്ളാഹു മാത്രമാണ്. അത്രയും തിരക്കിന്റെ ഇടയിലും നമ്മുടെ മനസ്സിൽ നമ്മൾ ആകെക്കൂടെ ആലോചിക്കുന്നത് നമ്മൾ ആരെ ചുറ്റുമാണ് തിരിയുന്നത്? അള്ളാഹിന്റെ ചുറ്റുമാണ് തിരിയുന്നത്. ഈ ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്, ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇസ്ലാം നമ്മുടെ പള്ളിയിൽ ഇരിക്കാൻ വിടൂല, റൂമിലിരിക്കാൻ വിടൂല, ഇങ്ങനെയൊന്നും ഇരുന്നാൽ നമ്മൾ എന്ത് ചെയ്യൂല, സ്വർഗത്തിൽ പോവില്ല. നമ്മൾ മനുഷ്യന്മാർക്കിടയിൽ ഇസ്ലാം എങ്ങനെയും നമ്മൾ ഇറക്കും. പക്ഷെ ഇറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര സാമൂഹ്യ പ്രവർത്തനം എന്തൊക്കെ ആയാലും, എവിടെ ഇറങ്ങിയാലും അവിടെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടത് അള്ളാഹു മാത്രമാണ്. അപ്പൊ തവാഫ് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ടൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശരിയായ മുസ്ലിമായി ജീവിക്കണോ, വിജയിക്കണോ, നമ്മൾ മനുഷ്യർക്കിടയിൽ ഇറങ്ങണം. പക്ഷെ അപ്പോഴും നമ്മുടെ കിബില എന്ന് പറയുന്നത് അള്ളാഹു ആയിരിക്കണം, ഓർമ്മ നിറയെ എന്തായിരിക്കണം, അള്ളാഹു ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി നാലാമത്, നമ്മൾ പിന്നെ കഅബയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് അറഫയിലാണ്. അറഫയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല, അറഫയിൽ ഒന്നുമില്ല. അറഫയിൽ ആകെ ഉള്ളത് ഒരു വരണ്ട കുന്നാണ്. ആ കുന്നിൻ്റെ മുകളിൽ അള്ളാനെ അറിഞ്ഞ് അള്ളാനെ ഓർത്ത് നമ്മൾ നിൽക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നിന്ന സ്ഥലങ്ങൾ അനുഭവിച്ച് നിൽക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരണ്ട കുന്നുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും, പലതരം വരണ്ട കുന്നുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ പച്ചപ്പ് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, വരണ്ട കുന്നുകൾ, ജോലി നഷ്ടം, മരണമൊക്കെ വരും. അവിടെയൊക്കെ അള്ളാനെ അറിയുക, അറഫ, അള്ളാനെ അറിയുന്ന ഒരു പണി നടക്കുക എന്നുള്ളത് ഈ യാത്രയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ യാത്രയിൽ വിജയിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പിശാചിനെ കല്ലെറിയണം. പിശാചിനെ കല്ലെറിയാൻ നമ്മൾ റെഡി അല്ലെങ്കിൽ നമുക്ക് ഈ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. നിങ്ങളിനി എത്ര വലിയ ആളാണെങ്കിലും പണ്ഡിതനാണെങ്കിലും നിങ്ങളുടെ അടുത്ത് പിശാച് വരും, നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ പ്രലോഭിപ്പിക്കും, നിങ്ങളുടെ വീക്ക്നെസ് നോക്കിയിട്ട് പ്രലോഭിപ്പിക്കും. കല്ലെറിയാൻ നമ്മൾ റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കഅബയിൽ വിജയിച്ച് തിരിച്ചെത്താൻ കഴിയുകയില്ല. അപ്പം ജീവിതയാത്രയിൽ വിജയിക്കണമെങ്കിൽ ഹജ്ജ് പഠിപ്പിക്കുന്ന അഞ്ചാമത്തെ ഒരു ടൂള് പിശാചിനെ നമ്മൾ കല്ലെറിയണം എന്നുള്ളതാണ്. ആറാമത് വളരെ പ്രധാനപ്പെട്ട റൂള്, നിങ്ങൾക്ക് കഅബ എന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ മരിച്ച് അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തുന്ന രംഗമാണ്. നിങ്ങൾക്ക് കഅബയിൽ വിജയിച്ചെത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇസ്മായിലിനെ ബലി കഴിക്കാതെ എത്താൻ കഴിയില്ല. ആരാണ് എന്താണ് നമ്മുടെ ഇസ്മായിൽ എന്ന് നമ്മൾ ആലോചിക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇസ്മായിൽ മകൻ മാത്രമല്ല, അള്ളാഹു അവിടെ പരീക്ഷിക്കുന്നത് എന്താണ്? പടച്ചവനേക്കാൾ വലുത് എന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനേ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹ്ക്ക് വേണ്ടി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ബലി കഴിക്കുന്നതാണ് എന്ത്? ആ ബലി. അല്ലാതെ ഒരു മൃഗത്തിനെ ബലി കഴിക്കുക എന്നുള്ളതല്ല. നമ്മളും പടച്ചവനും തമ്മിൽ, നമ്മളുടെയും പടച്ചവന്റെയും ഇടയിൽ നമ്മുടെ സമർപ്പണം പൂർത്തീകരിക്കാൻ കഴിയാത്തതായിട്ട് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ഇഷ്ട സാധനം എന്താണ്? അതാണ് ഇസ്മായിൽ. ആ ഇസ്മായിലിനെ ബലി കഴിക്കാതെ നമ്മൾ ഒരിക്കലും കഅബയിലെത്താൻ കഴിയില്ല. നമ്മുടെ ഇസ്മായിൽ എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. അത് നമ്മളെ മടിയാണോ, നമ്മുടെ സമ്പത്തിനോടുള്ള പ്രശ്നമാണോ, കാമമാണോ, എന്താണ് നമ്മുടെ പ്രശ്നം? കണ്ണാണോ? എന്താണ് നമ്മുടെ ഇസ്മായിൽ? എന്താണ് നമ്മുടെ ഇസ്മായിൽ നോക്കിയിട്ട് അതിനെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കണ്ണ് പൂട്ടി പടച്ചവന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്കതിനെ ബലി കഴിക്കാൻ കഴിയണം. അപ്പോൾ ഹജ്ജ് ഈ യാത്രയെ പ്രതിനിധീകരിക്കുന്നതോടൊപ്പം തന്നെ ആ യാത്രയിൽ വിജയിക്കാനുള്ള ടൂൾസും കൂടി പറഞ്ഞു തരുന്നതായിട്ട് കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോൾ മോഡലാണ്. ശരിക്കും ഒരു കുട്ടിക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഹീറോ, പ്രവാചകനൊക്കെ ഹീറോ ആണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു റിയൽ ത്യാഗത്തിൻ്റെ ഹീറോ ആണ്.
ചെറുപ്പം മുതൽ അദ്ദേഹം ആ പരീക്ഷണത്തിൽ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിന്നെ 2 പ്രയോഗങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. വീട് നമുക്കറിയാം, ഇറാഖിൽ നിന്നും ഈജിപ്തിലേക്ക്, പിന്നെ ഫലസ്തീനിലേക്ക്, പിന്നെ എല്ലാം വിട്ടിട്ട് ഒരു പിന്നെ മരുഭൂമിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരുന്നത്. ആ യാത്രയെക്കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത് വഖാല ഇന്നി റാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ എന്ത് ചെയ്യാണ്, അള്ളാഹിൻ്റെ അടുത്തേക്ക് പോവാണ്, അള്ളാഹ് എന്ത് ചെയ്തോളും, എന്നെ ഹിദായത്ത് നൽകുള്ളൂ. രണ്ടാമത് പറയുന്നത് വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ റബ്ബിലേക്ക് ഹിജ്റ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അപ്പം എല്ലാ ത്യാഗങ്ങൾക്കും വലിയൊരു പ്രതീകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ട് എന്നുള്ള. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബങ്ങൾ ആലോചിച്ച് നോക്കുക. ഒന്നുമല്ലാതെ നമ്മളിപ്പോൾ പോകുമ്പോൾ ക്ലോക്ക് ടവറും കുറേ ലൈറ്റും ബിൽഡിങ്ങുകളൊക്കെ അവിടെ പോയാൽ കാണാം. ഒന്നുമില്ലാത്ത ഒരു മരുഭൂമിയിൽ പടച്ചവന് വേണ്ടിയിട്ട് കുടുംബത്തെ അവിടെ ഒഴിവാക്കി പോകുന്ന ആ രംഗം, ചെറിയ പിഞ്ചു പൈതലിനെയും പിടിച്ചുകൊണ്ട് ഹാജറ ബീവി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മറുപടി കൊടുക്കുന്നില്ല. പടച്ചവൻ പറഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം അതെ എന്ന് പറയുന്നിടത്ത് ഹാജറ ബീവി അത് ഏറ്റെടുക്കുകയാണ്. എന്ന് വെച്ചാൽ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ്. ആ സമർപ്പണത്തിൻ്റെ ഭൂമിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനൊക്കെ പോകുന്നത്. അത് ഏറ്റെടുത്ത് തിരിച്ചു വരികയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് കാണുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ പാഠം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ജീവിതം യാത്രയാണ്. ആ യാത്രയിൽ ഈ ടൂൾസ്, ഈ യാത്രയിൽ അള്ളാഹു നമുക്കൊരു മുദ്രാവാക്യം കൂടി ഹജ്ജിൽ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണ്? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ പടച്ചോനെ നീ വിളിച്ചോ, ഞാൻ റെഡിയാണ്, എപ്പോൾ വിളിച്ചോ ഞാൻ റെഡിയാണ്, നിന്റെ മുന്നിൽ നീ എപ്പോൾ വിളിക്കുമ്പോഴും എന്തിനു വിളിച്ചാലും ഞാൻ റെഡിയാണ്. ഇതാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ഞാൻ ഇതാ എത്തിയിരിക്കുന്നു നാഥാ, എന്നെ ഏറ്റെടുത്തു, എന്താണ് പണി വേണ്ടത് അത് പറഞ്ഞോ. അതാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ജീവിതത്തിൽ ഉടനീളം നമ്മൾ പറയേണ്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സ് നിറയെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ആയിരുന്നു. നമുക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡും ഈ ഒരു പിന്നെ കാഴ്ചപ്പാടും ഉണ്ടാകുമ്പോഴാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക. അപ്പം ആ യാത്രയിൽ നമുക്കുണ്ടാകേണ്ടുന്ന പിന്നെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. അള്ളാഹു ഖുർആനിൽ അവൻ വിളിച്ചാൽ നമ്മൾ വരും എന്ന് പ്രതീക്ഷ പറയുന്ന ഒരു ആയത്ത് പറയുന്നുണ്ട്. അത് അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ആരോടാ പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്. അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, നീ എന്ത് ചെയ്യുക, ഹജ്ജിന് വേണ്ടി ജനങ്ങളെ വിളിക്കുക. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. സുന്ദരമായ പ്രയോഗമാണ്. നീ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ജനങ്ങളെ വിളിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദൂരദിക്കുകളിൽ നിന്നൊക്കെ കാൽനടക്കാരായും ഒട്ടകങ്ങളിലും സവാരി ചെയ്തുകൊണ്ടും അവർ നിന്റെ അടുക്കൽ എത്തിച്ചേരും. എന്ന് വെച്ചാൽ അള്ള വിളിച്ചാൽ നമ്മൾ വരും എന്നുള്ള പ്രതീക്ഷയാണ് എന്ത് ഈ ആയത്ത്. അള്ള വിളിച്ചാൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വരും എന്നുള്ള പ്രതീക്ഷയാണ്. ഇതാണ് 3ാമത്തെ പാഠം. 4ാമത്തെ പാഠം, ഹജ്ജ് തരുന്ന പാഠം, നമ്മൾ നാണം കെട്ടിട്ട് നോക്കേണ്ടുന്ന ഒരു പാഠം മുസ്ലിം ഐക്യത്തെക്കുറിച്ചുള്ള പാഠമാണ്. എല്ലാ വർഷവും വളരെ കഷ്ടപ്പെട്ട് ധാരാളം മനുഷ്യർ, ഇറാനികൾ, സൗദികൾ, പിന്നെ ഇന്ത്യക്കാർ, ഇന്തോനേഷ്യ, എല്ലാവരും നല്ല മുസ്ലിങ്ങളായിട്ട് അവിടെ കൂടി ഒത്തുചേർന്ന് കണ്ടാൽ തന്നെ നമുക്ക് കൺകുളിർമ വരുന്ന ഒരു രംഗം. തിരിച്ച് ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാളും ഒന്നിക്കാത്ത ഒരു സമുദായം. നമ്മളിലേക്ക് വലിയ മൂർച്ചയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഓരോ വർഷത്തെയും ഹജ്ജ്. നമ്മൾ എന്തുകൊണ്ട് ഒന്നിക്കുന്നില്ല എന്നുള്ളത്. ഇന്ത്യയിൽ ഇത്രയും അസ്തിത്വ പ്രതിസന്ധി ഉണ്ടായിട്ടും സുന്നി, മുജാഹിദ്, ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളും ഒന്നിക്കാത്ത ഇത്. ഇപ്പം ഇന്റർനാഷണൽ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അടിപ്പിക്കാൻ ഒരാൾ റെഡിയായി നിൽക്കുമ്പം അടികൂടാൻ റെഡിയായി നിൽക്കുന്ന ഒരു സമുദായം. നമ്മൾ ഒന്നാണ് എന്ന വലിയൊരു പാഠമാണ് ഹജ്ജ് തരുന്നത്. നമ്മൾ ഒന്നാണ് എന്ന് മാത്രമല്ല, നമ്മുടെ സാഹോദര്യം ഒരു അതിരുകൾക്കും അകത്തല്ല. ആ സാഹോദര്യം ഒരു അതിരിൻ്റെയും അപ്പുറത്താണ്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സഹോദരൻ ഇന്ത്യക്കാരനോ മലയാളിയോ മാത്രമല്ല, എല്ലാവരും സഹോദരനായിട്ടുള്ള ഒരു ഐക്യത്തെക്കുറിച്ച് ഹജ്ജ് പറയുന്നു എന്നുള്ളതാണ് 4ാമത്തെ പാഠം. 5ാമത്തെ പാഠം സഅയ് തരുന്ന പാഠമാണ്. സഅയ് 2 പാഠങ്ങൾ തരുന്നുണ്ട്. അതിൽ 1ാമത്തെ പാഠം, സുന്ദരമായ പാഠം, അടിച്ചമർത്തപ്പെട്ടവരെ കൂടിയാണ് ഇസ്ലാം എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സഅയിന് എന്താണ് ചെയ്യുന്നത്? ഇതൊക്കെ ഇതിൻ്റെ ഈ പ്രതീകാത്മകം നമ്മൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. സഅയിന് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ നടക്കണം, പിന്നെ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഓടണം, പിന്നെയും നടക്കണം. ഇതിങ്ങനെ വെറുതെ ഒരു മെഷീൻ പോലെ ചെയ്താൽ ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു വൈരുദ്ധ്യം. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു കാലഘട്ടത്തിൽ 3 ഐഡന്റിറ്റി കൊണ്ട് അടിച്ചമർത്തപ്പെട്ട ഒരാളെ നമ്മൾ അവിടെ പ്രതിനിധീകരിക്കുകയാണ്.
ഒന്ന് പെണ്ണായിരുന്നു ഹാജറ ബീവി, 2 കറുത്തവളായിരുന്നു, 3 അടിമയായിരുന്നു. ഈ 3 കൊണ്ടും അടിച്ചമർത്തപ്പെട്ട ഒരു ഐഡന്റിറ്റിയുള്ള ഒരാൾ നടന്ന കാൽപാദങ്ങളിൽ ഈ ലോകത്തെ ഏത് വലിയ രാജാവായാലും എത്ര വലിയ പണക്കാരനായാലും അവിടെ വന്നാൽ നടക്കണം. അവർ ഓടിയെടുത്ത് ഓടണം. ഇതിലപ്പുറം എങ്ങനെയാണ് ഇസ്ലാമിന് അല്ലെങ്കിൽ അള്ളാഹ്ക്ക് നമുക്ക് ഇതിനെ പറഞ്ഞു തരാൻ കഴിയുക? ആ ഒരു സ്ത്രീയുടെ, ആ ഹാജറ ബീവി ആ സമയത്ത് നടന്ന ആ നടത്തത്തിൻ്റെ ഓരോ ആക്റ്റും അതേപോലെ കാലാകാലമുള്ള മുസ്ലിങ്ങളെ കൊണ്ട് അവരെ ദീന് പൂർത്തിയാകണമെങ്കിൽ ചെയ്യിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ഇതിലപ്പുറമുള്ളൊരു സ്ത്രീ അവകാശത്തെക്കുറിച്ച് ഇസ്ലാമിന് പറയാനില്ല. ഇതിലപ്പുറമുള്ളൊരു അടിച്ചമർത്തപ്പെട്ടവരെ കുറിച്ച് പറയാനില്ല. അപ്പം ഈ തരുന്ന 5ാമത്തെ പാഠം, ഇസ്ലാം എവിടെയാണെങ്കിലും നമുക്കതിൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മളെ പ്രശ്നമാണ്. ഇസ്ലാം എപ്പോഴും ഉള്ളത് അടിച്ചമർത്തപ്പെട്ടവരെ കൂടെയാണ്. അതാണ് ഹജ്ജിന് പോയ ഒരാൾ ആ സഈ നടത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഹാജറ ബീവി ഉണ്ടാകണം. ആ ഹാജറ ബീവിയുടെ കാൽപാദങ്ങളിലാണ് എന്നുള്ളത്, അവരുടെ കൂടെയാണ് നമ്മൾ എന്നുള്ളത്. ദലിതർ, ആദിവാസികൾ, ഇവരുടെയൊക്കെ കൂടെയാണ് എപ്പോഴും ഇസ്ലാം എന്നുള്ളത് പാഠമാണ്. 6ാമത്തെ പാഠം, സഈ തരുന്ന സുന്ദരമായ പാഠം, പരിശ്രമത്തോടു കൂടിയുള്ള തവക്കുൽ എന്നുള്ളതാണ്. പരിശ്രമത്തോടു കൂടിയുള്ള തവക്കുൽ. മരുഭൂമിയാണ്, വെള്ളമില്ല, കുട്ടി കരഞ്ഞ് കരഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഹാജറ ബീവിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഓടിയാൽ പടച്ചവൻ സംസം അവിടെ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഓടാതെ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്, ഓടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആ ഓട്ടമാണ് സഫാ മർവക്കടയിൽ നമ്മളും ഓടുന്നത്. എന്ന് വെച്ചാൽ പരിശ്രമത്തോടു കൂടിയുള്ള തവക്കുലാണ് ഹാജറ ബീവി ചെയ്യുന്നത്. പരിശ്രമത്തോടു കൂടിയുള്ള തവക്കുലാണ്. വെറുതെ ഇരിക്കാൻ ഒരു ന്യായവും ഇല്ല. അള്ളാന്റെ ഈമാൻ കുറയാനും ന്യായമില്ല. എന്ത് മരുഭൂമിയുടെ അവസ്ഥയായാലും, എത്ര ജോലി നഷ്ടപ്പെട്ട അവസ്ഥയായാലും, ആരുമില്ലാത്ത അവസ്ഥയായാലും, ഏത് കൂരിരുട്ടിലായാലും, നാട് കടത്തപ്പെട്ടാലും സംസം, മരുഭൂമിയിൽ അള്ളാഹു സംസം ഉണ്ടാക്കും, ഇനിയും ഇനിയും ഉണ്ടാക്കും എന്നുള്ള അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓടണം. ആ ഓട്ടത്തിന്റെ ഉടനീളം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യും? വെള്ളമില്ലാത്തടത്ത് സംസം കൊണ്ടുവരും എന്നുള്ളതാണ്. ഈ തവക്കുലിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, തവക്കുൽ എന്ന് പറയുന്നത് എല്ലാം ചെയ്തിട്ട് അവസാനം എന്നാ പിന്നെ അള്ളയും കൂടി കിടക്കട്ടെ എന്നതല്ല തവക്കുൽ. തവക്കുൽ പ്രവർത്തനത്തിന്റെ തുടക്കത്തിലായിരിക്കണം തവക്കുൽ. എല്ലാവരും കൈവിട്ട് കഴിഞ്ഞാൽ ഏൽപ്പിക്കേണ്ട ഒരാളല്ല അള്ളാഹു. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ തവക്കുലോട് കൂടിയാണ് തുടങ്ങുന്നത്. കാരണം തുടക്കം മുതൽ അള്ളാഹ് ഏറ്റെടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒന്നും വിജയിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ സഈ തരുന്ന 6ാമത്തെ പാഠം എന്ന് പറയുന്നത് എന്താണ്? പാഠം പരിശ്രമത്തോടു കൂടിയുള്ള തവക്കുൽ എന്നുള്ളതാണ്. അതേപോലെ തന്നെ 8ാമത്തെ പാഠം എന്ന് പറയുന്നത് ബലദൻ ആമിന എന്നുള്ളതാണ്. ബലദൻ ആമിന. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ നാടിനെ നീ ഒരു സുരക്ഷിതമായ നാടാക്കി മാറ്റണേ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത്രയും ദൂരെ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഈ യാത്രയിലൂടെ അള്ളാഹു കൊണ്ടുവരുന്നത് ആ നാടിനെ ഒരു സുരക്ഷിതമായിട്ടുള്ള നാടാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ആ നാടിനെ ഒരു ബലദൻ ആമിന ആക്കുക എന്നുള്ളതും ഒരു മുസ്ലിമിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട പണിയാണ്. ഇല്ലാത്തവന് ഇല്ലാത്തത് എത്തിച്ചു കൊടുക്കുക, നീതി ഇല്ലാത്തവന് നീതി ഉണ്ടാക്കുക, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം എത്തിച്ചുള്ള ഒരു ബലദൻ ആമിന എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. ശരിക്കും ഇബ്രാഹിമിന്റെ മക്കയാണ് മുഹമ്മദിന്റെ മദീന എന്ന് പറയുന്നത്. ഇബ്രാഹിമിന്റെ മക്ക എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ച എവിടെയാണ്? ഇറാഖിലാണ്. പക്ഷെ ഇബ്രാഹിമിന്റെ മക്ക എന്താണ്? അദ്ദേഹത്തിന്റെ ബലദൻ ആമിനയാണ്. അദ്ദേഹത്തിന്റെ ദൗത്യം സുന്ദരമായി പൂർത്തിയാകുന്നത് മക്കയിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് ജനിച്ചത്? മക്കയിലാണ്. പക്ഷെ പ്രവാചകന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നത് എവിടെയാണ്? മദീനയിലാണ്, ഒരു ബലദൻ ആമിന. അപ്പൊ ഇബ്രാഹിമിന്റെ മക്കയാണ് ശരിക്ക് മുഹമ്മദിന്റെ മദീന എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബലദൻ ആമിന എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഇടം, ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന ദൗത്യം തൻ്റെ വീട് നന്നാക്കുക എന്നതിലപ്പുറം സമൂഹം കൂടി ഒരു ബലദൻ ആമിന ആക്കുക എന്നുള്ളത് ഹജ്ജ് തരുന്ന വലിയ പാഠമാണ്. ഹജ്ജ് തരുന്ന അവസാനത്തെ പാഠം എന്ന് പറയുന്നത് ദൗത്യം ഏറ്റെടുക്കുന്ന, ദൗത്യം കൈമാറുന്ന ചടങ്ങാണ് ഹജ്ജിൽ നടക്കുന്നത്. ഇത് ഈ ഒരു റിയലൈസേഷൻ ഇല്ലാതെ നമുക്ക് ഹജ്ജ് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. പിന്നെ ഹജ്ജിൽ യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത ദൗത്യം, പ്രവാചകനിൽ നിന്നും സഹാബത്ത് ഏറ്റെടുത്ത ദൗത്യം, പ്രവാചകനിൽ നിന്നും നമ്മൾ എല്ലാ കൊല്ലവും പോയിട്ട് അവിടുന്ന് ദൗത്യം ഏറ്റെടുത്തിട്ടാണ് ഓരോ നാടുകളിലേക്കും തിരിച്ചു പോകുന്നത്. ഇത് പറയുന്ന ഖുർആൻ ആയത്താണ് സൂറ ഹജ്ജിൽ
അവസാനത്തിൽ വജാഹിദു ഫില്ലാഹി ഹക്ക ജിഹാദി, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാന്റെ മാർഗത്തിൽ യഥാർത്ഥത്തിലുള്ള പരിശ്രമം നടത്തണം. ഹുവ ജിത്തബാക്കും, അവൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? തെരഞ്ഞെടുത്തിരിക്കുന്നു. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഈ ദീനിൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടും അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, വെച്ചിട്ടില്ല. മില്ലത്ത അബീക്കും ഇബ്രാഹിം, എന്നിട്ടാണ് പറയുന്നത് ഈ ദീൻ എന്ന് പറയുന്നത് മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്താണിത്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അദ്ദേഹമാണ് നമുക്ക് എന്ത് ചെയ്തത്? മുസ്ലിം എന്നുള്ള നാമധാരണം ഇട്ട്. എന്നിട്ട് പറയാണ് ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും, റസൂലു ഷഹീദൻ അലൈക്കും, എന്തിനു വേണ്ടിയിട്ടാണ്? റസൂല് നിങ്ങൾക്ക് ഷഹാദത്ത് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് നമ്മുടെ മുന്നിൽ ഇസ്ലാം എങ്ങനെയാണ് പണിയെടുക്കേണ്ടത് എന്ന് സാക്ഷ്യം വഹിച്ച് കാണിച്ചു തന്നു. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ നിന്നും ഈ ദൗത്യം ഏറ്റെടുത്ത് നമുക്ക് മുന്നിൽ ഓൾറെഡി ചെയ്ത് സുന്ദരമായി കഴിഞ്ഞു. വതകൂനു ശുഹദാ അലന്നാസ്, നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചുറ്റുമുള്ള ജനങ്ങളിൽ പ്രവാചകൻ എങ്ങനെയാണോ പ്രവാചകന്റെ ജനത്തിന് മുന്നിൽ ഷഹാദത്ത് വന്നത് കാണിച്ചു കൊടുത്തത്, അതേപോലെ നമുക്ക് ചുറ്റുമുള്ള ജനങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സൗന്ദര്യം ജീവിച്ച് കാണിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. എന്ന് പറഞ്ഞാൽ ഹജ്ജിന് നമ്മൾ ഓരോ വർഷവും പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്നത് ഈ ദൗത്യമാണ് എന്ന് പറയുമ്പോൾ വേറൊരു ആത്മവിശ്വാസം കൂടിയുണ്ട്. നമ്മൾ ചെയ്യുന്ന പണി ചില്ലറ പണിയല്ല എന്നൊരു ഇതുണ്ട്. കാലാകാലമായി ചരിത്രത്തിൽ പ്രവാചകന്മാർ വലിയ അളവിൽ ത്യാഗത്തോടു കൂടിയുള്ള ആ പണിയാണ് ഓരോ വർഷവും മുസ്ലിങ്ങൾ അവിടെ പോയി ഏറ്റെടുത്തിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പം ഹാജി ആകുക എന്ന് പറയുന്നത് വലിയൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മാറുന്ന ഒരു സുന്ദരമായ പ്രക്രിയയുടെ പേരാണെന്ത്? ഹജ്ജ്. ആ ഹജ്ജിലൂടെ മാറുന്നത് അങ്ങനെയാണ്. അപ്പം ആരാധനകൾ ഹജ്ജ് തരുന്ന ഈ പാഠങ്ങൾ യഥാർത്ഥത്തിൽ തന്നെ ഈ കാലഘട്ടത്തിലെ ഇന്ത്യൻ മുസ്ലിങ്ങൾ, ഗസയിലെ ജനങ്ങൾക്കൊക്കെ ധാരാളം ആത്മവിശ്വാസത്തിൻ്റെ പാഠങ്ങൾ തരുന്നതാണ് ഹജ്ജ്. പഠിച്ചവൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ളൊരു ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിൽ ഹജ്ജിനുള്ള ഒരു നീയത്ത്, ഒരു പ്ലാനൊക്കെ ഉണ്ടാകാനുള്ളൊരു ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പഠിച്ചവൻ ഈ കൊല്ലത്തെ ഹജ്ജിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് അള്ളാഹു ഗസയിലെ ജനങ്ങൾക്ക് ആശ്വാസവും സമാധാനവും ധൈര്യവും ഒക്കെ അള്ളാഹു ധാരാളം നൽകുമാറാകട്ടെ. കൊല്ലത്തെ ഹജ്ജ് വളരെ സമാധാനപൂർവ്വം കഴിയാനുള്ളൊരു അനുഗ്രഹം അള്ളാഹു വർഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.